നമസ്കാരം. 2020യും അഖിൽമാരാരും സത്യത്തിൽ ഇരുവരും കൂടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമൊക്കെ അടിപിടി കൂടുമ്പോൾ പണ്ടൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. രണ്ട് ഫ്രോഡുകൾ തമ്മിൽ ഒരു കച്ചവടം തുടങ്ങി. അവസാനം അതിലേറ്റവും മികച്ച ഒരു ഫ്രോഡ് മറ്റേ ഫ്രോഡിനെ ചതിച്ചു. ശേഷം ഈ രണ്ട് ഫ്രോഡുകൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കിടന്നിട്ട് ചെളിവാരി എറിയുകയാണ്. അന്ന് പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മ വരികയാണ് പെട്ടെന്ന്. എനിക്ക് ഇവരുടെ ഈ ഒരു സംഭവം കാണുമ്പോൾ അത് തന്നെയാണ് ഓർമ്മ വരുന്നത്. തൃക്കാക്കരയിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് 2020 സ്ഥാനാർത്ഥിയായിട്ടാണ് അഖിൽമാരാർ മത്സരിച്ചത്. ഈ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പേഴ്സണലി ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ. ഞാൻ തുടക്കം തന്നെ പറഞ്ഞു വെക്കുക, വേറെ ഒന്നും കൊണ്ടല്ല, ഒരു നിലപാടും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്തത്. സാബുവും ജേക്കബിനോടും താല്പര്യമില്ലാത്തതിന്റെ കാരണം അയാൾ ഭൂലോക ഫ്രോഡാണെന്നുള്ള കാര്യം അയാൾ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അയാൾ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അയാൾ നടത്തുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇയാള് ഒരു 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 ഉടായ്പാണ് എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ രണ്ടുപേരെയും കാണുമ്പോൾ രണ്ട് ഉടായ്പകളായിട്ട് തോന്നിയിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി അഖിൽമാരാരിനെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. അപ്പോൾ അഖിൽമാരാർ എന്താണ് പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് കാര്യമായിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടില്ല, 2020 കാര്യമായിട്ട് പണിയെടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇറങ്ങിയിട്ടുണ്ട്, എനിക്ക് പലതും വിൽപ്പന നടത്തേണ്ടി വന്നിട്ടുണ്ട്, എന്നെ സാബുവും ജേക്കബ് പറ്റിച്ചു, മറ്റൊരു ഈ ഒന്നല്ലെങ്കിൽ കൊട്ടാരക്കരയോ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്, ശേഷം എന്നെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്, ഈ അഖിൽമാരാർ പറയുന്നത്. സാബുവും ജേക്കബ് എന്താണ് പറയുന്നത്? അല്ല, അഖിലാണ് ചോദിച്ച് ഈ തൃക്കാക്കര മേടിച്ചത്, മാത്രമല്ല ഇങ്ങോട്ടേക്ക് വിളിച്ച് സീറ്റ് തരുമോ എന്നുള്ള കാര്യമൊക്കെ ആവശ്യപ്പെടുകയായിരുന്നു എന്നൊക്കെയാണ് സാബു പറയുന്നത്. സാബു സ്ഥിരം പറയുന്നൊരു ഡയലോഗ് കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ പൈസയൊക്കെ ആഗ്രഹിച്ച് വരുന്നവർക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല എന്ന രീതിയിൽ സ്ഥിരം പുള്ള ഉടായ്പൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ സാബുവും ജേക്കബാണ് ഈ പൈസയൊക്കെ മോഹിച്ച് ഇങ്ങനെ ഈ NDAയിലേക്ക് പോയതെന്നാണ് അഖിൽമാരാർ പറയുന്നത്. അഖിൽമാരാർ പറയുന്നതിൽ നമുക്ക് തെറ്റു പറയാനൊന്നും പറ്റില്ല. കാരണം NDA ഒരു 5 പൈസ പോലും സാബു ജേക്കബിന് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാർട്ടിക്കാരും പൈസയൊക്കെ കൊടുക്കും അല്ലെ, അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി. അപ്പൊ 40 കോടി രൂപ അഖിൽമാരാർ പറയുന്നത് സാബുവും ജേക്കബിന് BJP കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ എന്തായാലും സാബുവും ജേക്കബ് തെളിയിക്കട്ടെ. ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ സാബുവും ജേക്കബിന്റെ നിയമ നടപടികൾ അഖിൽമാരാറിനെതിരെയൊക്കെ സ്വീകരിക്കാൻ പറ്റും. ഇന്ന് അഖിൽമാരാർ ഒരു തന്നെ മത്സരിപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിൽ തന്നെ വ്യഗ്രത പൂണ്ട് സാബുവും ജേക്കബിന്റെ ശിങ്കടികൾ ഇദ്ദേഹത്തെ ഇങ്ങനെ മാടി വിളിക്കുന്നതിന്റെ ഒരു ഓഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ തന്നെ വ്യക്തമായി തന്നെ അഖിൽമാരാർ പറയുന്നുണ്ട്, എനിക്ക് ആദ്യം താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ സാബുവും ജേക്കബുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ നടത്തണം, സാബുവും ജേക്കബ് തങ്ങളെ കാണാൻ വേണ്ടിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന അഖിൽമാരാറിനെ വല്ലാതെ കൺവിൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഓഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട്. ശേഷം ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം സാബുവും ജേക്കബിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പലവട്ടം ഈ പറയുന്ന അഖിൽമാരാർ ശ്രമം നടത്തുമ്പോഴൊന്നും ഈ പറയുന്ന സാബുവും ജേക്കബ് ഒന്ന് ഫോൺ എടുക്കുന്ന പോലുമില്ല എന്നുള്ളതാണ്. സാബുവും ജേക്കബിന്റെ പ്രസ്ഥാനമാകെ തകർച്ചയിലാണെന്നും ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗത്തിന്റെ ഭാഗമായാണ് NDAയിലേക്ക് പോയതെന്നും ഒക്കെയാണ് എന്തായാലും അഖിൽമാരാർ പറയുന്നത്. സാബുവും ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വരികയാണെങ്കിൽ കിഴക്കമ്പലത്തുള്ള എല്ലാ ആളുകൾക്കും ഇയാൾ എന്താണെന്നും ഇയാളുടെ ഒരു പാരമ്പര്യം എന്താണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കേട്ടിട്ട് കിഴക്കമ്പലങ്ങാരൊക്കെ ചിരിക്കാനാണ് സാധ്യത. ഞാനും വലിയ ഈ പറയുന്നത് പോലെ സാബുവും ജേക്കബ് ഇയാളെ പറ്റിച്ചു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു വലിയ ഞെട്ടലൊന്നും വരുന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സാബുവും ജേക്കബിന്റെ 2020 പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളൊക്കെ ഒരുപാട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം അവിടുത്തെ ഇയാളുടെ ഒരു ഉടായ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കണേ, അതായത് കിഴക്കമ്പലം സിംഗപ്പൂർ മോഡലാക്കും എന്നൊക്കെ പറഞ്ഞാണ് അവിടെ ഇയാൾ വോട്ടൊക്കെ മേടിക്കുന്നത്. ജനങ്ങളൊക്കെ പറ്റിക്കുകയാണ്, എല്ലാ ജനങ്ങളും ഇപ്പൊ എന്തോ മലമറയ്ക്കും എന്നൊക്കെ വിചാരിച്ച് ഇപ്പൊ നമ്മുടെ ജനങ്ങളൊക്കെ UDF വോട്ട് ചെയ്തതുപോലെ ഓടിച്ചാടി കയറി അങ്ങ് ഈ പറയുന്ന 2020 വോട്ട് ചെയ്തു. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? UDF ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ നടപ്പിലാക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെയൊക്കെ പറ്റിച്ചതുപോലെ ഈ മൂപ്പര് സിംഗപ്പൂർ മോഡലാക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെയൊക്കെ പറ്റിച്ചു. ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഒരു സൊമാലിയ മോഡലായി. അവിടെ ഒരു വികസനവും വന്നില്ല. പക്ഷെ ഇയാൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. എന്താ ചെയ്തു വെച്ച്? ഇയാള് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഈ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ ഇങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ വന്ന ശേഷം കൊണ്ടുവന്നതാണ്, ഞങ്ങളുടെ പാർട്ടി വന്ന ഇങ്ങനെയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കുറെ അരാഷ്ട്രീയവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. പൊതുവെ ജനങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരോട് ഒരു ചെറിയ താല്പര്യക്കുറവുണ്ട്. രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണ് എന്നൊരു തോന്നലൊക്കെ ഒരു വിഭാഗം ആളുകൾക്കുണ്ട്. അത് ഇയാൾ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാഷ്ട്രീയക്കാർ മുഴുവൻ കൊള്ളക്കാരാണ്, നമ്മളെയൊക്കെ പറ്റിച്ച് ജീവിക്കുന്നവരാണ് എന്നൊരു പ്രതീതി അയാൾ സൃഷ്ടിച്ചു. അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. ശേഷം എന്താണ് സംഭവിക്കുന്നത്? നിരവധി ആളുകളൊക്കെ ഇയാളെ വോട്ട് ചെയ്യുന്നു, വീണ്ടും ആ പഞ്ചായത്തിൽ ഇയാൾ ജയിക്കുന്നു. ജയിച്ച ശേഷം ഇയാൾക്ക് കുറച്ചുകൂടി പവറായി. എന്താ, ഇയാൾ പറയുന്നൊക്കെ ജനങ്ങൾ ഏകദേശമൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ഇയാളുടെ പറ്റിപ്പിൽ വീഴുന്നുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായപ്പോൾ ഇയാൾ വീണ്ടും നുണകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി.
അവസാനം ഞാനൊരു ദിവസം ഈ പറയുന്ന കിഴക്കമ്പലം പഞ്ചായത്ത് കാണാൻ പോയപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അവിടെ ഒരു ബസ് സ്റ്റാൻഡ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് അവിടെ ഒരു ബസ് സ്റ്റാൻഡ് വരുന്നത്. ശേഷം അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഇരിക്കാനായിട്ടൊരു ബസ് സ്റ്റോപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ആളുകൾ വെയിലൊക്കെ കൊണ്ട് മഴ നനഞ്ഞു നോക്കിയാണ് അവിടെ നിന്ന് ബസ് കയറിയിരുന്നത്. നിങ്ങളെ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിലൂടെ തന്നെ. നമ്മൾ വാർത്ത ചെയ്യാൻ തുടങ്ങി, ഗതി കെട്ടപ്പോൾ ഇവർ അതിലും ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ എത്രയോ നുണകൾ നമ്മൾ പൊളിച്ചു. ഒരു മൂത്രപ്പുര പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പറയാണ് സിംഗപ്പൂർ മോഡലാണെന്ന്. മാത്രമല്ല എത്രയധികം ആളുകളാണെന്നറിയോ പല രീതിയിൽ രോഗമൊക്കെ ബാധിച്ച് ചികിത്സാ സഹായമൊക്കെ തേടി അവിടെ ഫ്ലെക്സ് വെച്ചേക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ ഒരു സിംഗപ്പൂർ മോഡലാണെങ്കിൽ ഈ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. വീടില്ലാത്ത എത്രയോ ആളുകൾ, ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്ന കാഴ്ചയുണ്ടായി അല്ലേ. നമ്മൾ തന്നെ എത്രയോ സംഭവങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അല്ലേ. മാത്രമല്ല അതിനിടയിൽ മൂട്ടാൻ നുണ, അതായത് ഈ പഞ്ചായത്ത് വലിയ ലാഭത്തിലാണെന്ന് സാബുവും ജേക്കബ് പ്രചരിപ്പിച്ചു. ലാഭത്തിലായിരുന്നോ? അല്ല. അതായത് ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുക ചെലവഴിക്കാതെ വന്നപ്പോൾ അത് ലാപ്സായി പോയി. അപ്പോൾ ആ ലാപ്സായിട്ട് പോയിട്ടുള്ള തുക ലാഭമാണ്, കോടികളുടെ ലാഭമാണെന്ന രീതിയിൽ ഇദ്ദേഹം പ്രചരിപ്പിക്കുകയാണ്. ഇതെന്തൊരു ബിസിനസ് പോലെയാണ് ഇയാൾ കണ്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശേഷം ആ പഞ്ചായത്തിലെ സെക്രട്ടറി വന്നിട്ട് പറയുകയാണ് ഇത് ലാഭമൊന്നുമല്ല, ഇതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള തുകയായിരുന്നു, അതൊന്നും കൊടുത്തില്ല, ഇത് നഷ്ടമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ സാബുവിന്റെ വലിയൊരു നുണ പൊളിഞ്ഞോടുകൂടി തന്നെ സാബുവിന്റെ വെടിക്കെട്ട് തീർന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സാബുവും ജേക്കബിന്റെ സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥി അടക്കം, അതായത് സ്വന്തം വാർഡിൽ ഇദ്ദേഹം നിർത്തിയത് അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് അടക്കം അമ്പേ തോറ്റുപോയി എന്നുള്ളതാണ്. തോറ്റ് തേഞ്ഞൊട്ടി എന്നുള്ളതാണ്. പലയിടങ്ങളിലും തേഞ്ഞൊട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പൊ മൂപ്പര് ഈ പറയുന്ന വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലാണ് ഈ പഞ്ചായത്തിൽ. അപ്പോൾ പ്രതിപക്ഷമുണ്ട് ഇപ്പോൾ അവിടെ. ഈ പ്രതിപക്ഷ മെമ്പർമാരുടെ ഈ വാർഡുകളിലൊന്നും ഒന്നും ചെയ്തു കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഈ പ്രതിപക്ഷ മെമ്പർമാരോട് ഒരു താല്പര്യവും ദേഷ്യമൊക്കെ തോന്നുമല്ലോ. അപ്പോൾ എന്താണ് ഈ പ്രതിപക്ഷ മെമ്പർമാരെന്താണ് ചെയ്യുന്നത്? അവരിതിനെതിരെ പ്രതിഷേധം തീർത്തുകൊണ്ട് പഞ്ചായത്തിന് മുമ്പിലേക്ക് വന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയാണ്. ഇവർ ഈ രീതിയിൽ ദ്രോഹിക്കുകയാണെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. ഇതൊക്കെ സാബുവിന് വലിയ പണിയായിട്ട് മാറും. അതിനിടയിലാണ് ഈ പറയുന്ന അഖിൽമാരാര് പോയിട്ടുള്ളത്. അഖിൽമാരാര് പോയതിനു മുമ്പ് എത്രയോ ആളുകൾ പോയിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഈ അസ്ലഫ് പാറക്കാടൻ എന്ന് പറയുന്ന ഒരു പുള്ളി പോയത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ അഡ്വക്കേറ്റ് ആണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഇതിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതൊരു കാളകൂട വിഷമാണെന്നും സാബുവിന്റെ പോക്ക് BJP-യിലേക്കാണെന്നും ഒക്കെ പറഞ്ഞത് ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളും പറഞ്ഞിരുന്നു. അതെന്താണ് പറയാൻ കാരണം? ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല എന്ന് പറഞ്ഞ സാബു ജേക്കബ് BJP-യിലേക്കാണെന്ന് ഞാൻ പറയാനിടയായ സാഹചര്യം വേറൊന്നുമല്ല. ഇയാളൊരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്നൊരു മാർക്കറ്റ് ആരംഭിച്ചല്ലോ. ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഉദ്ഘാടനത്തിന് ആരൊക്കെയാണ് വന്നിരുന്നത്? നിതിൻ ഗഡ്കരി, അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ, BJP-യുടെ എല്ലാ നേതാക്കളും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടെന്ന് ഞാനന്ന് ചിന്തിച്ചു. കാരണം ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് പറയുമ്പോൾ ഇവരെ എന്തുകൊണ്ട് അടുപ്പിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് B ടീമാണ് ഈ പറയുന്ന BJP-യുടെ. BJP എന്ന് പറഞ്ഞാൽ വോട്ട് ചോദിച്ചാൽ കിട്ടില്ലെന്നറിയാം. അതുകൊണ്ട് 2020 എന്ന രീതിയിൽ ഇയാൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഞങ്ങൾ ഈ പറയുന്നത് പോലെ പഞ്ചായത്ത് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരും എന്നുള്ളൊരു നുണ കൂടി അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം പിടിച്ച ഏതെങ്കിലും പഞ്ചായത്തിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വന്നു? ഇല്ല. ഇപ്പൊ ആ പഞ്ചായത്തുകളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അവരൊക്കെ എന്താണ് എൻ്റെ അടുത്ത് പറയുന്നതെന്ന് അറിയാമോ? പണ്ട് ഞാൻ ഇവർക്കെതിരെ വാർത്ത ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഇവരൊക്കെ എന്തിനാണ് വെറുതെ ജനങ്ങൾക്ക് കിട്ടുന്ന പല ഗുണങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ വാർത്ത ചെയ്യുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് തിരിച്ച് മറുപടി പറഞ്ഞിരുന്നത് ഇതൊക്കെ നിങ്ങൾ തിരുത്തി പറയേണ്ടി വരുമെന്നാണ്. ഇപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ എന്താ പറയുന്നത് അറിയോ? നിന്റെയൊക്കെ വാക്ക് കേട്ടിരുന്നുവെങ്കിൽ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടാൻ, ഇന്നിപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് നശിച്ചു എന്നാണ് പറയുന്നത്. ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വന്നില്ല മോനെ എന്ന് പലരും ദിവസവും പറയുകയാണ്. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. അതങ്ങനെയാണ്. ഈ സത്യം ചെരിപ്പിട്ട് വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ നുണ ഒരു റൗണ്ടൊക്കെ ഇറങ്ങി കാണും. ഇപ്പം എന്തായാലും സത്യം ചെരിപ്പിട്ട് വന്നു. അപ്പോൾ നുണ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ പോലും എന്ത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇയാൾ കളിക്കുന്നത്. 2020-ൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇയാൾ ഈ പറയുന്ന പോലെ സൗജന്യങ്ങൾ കൊടുക്കുകയുള്ളൂ. ഇതുപോലും ഏറ്റവും മോശമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇങ്ങനെ അടിമുടി എന്തിലും ഏതിലുമൊക്കെ രാഷ്ട്രീയം കാണുന്ന ഒരു എന്താ പറയുക ഏറ്റവും മോശമായിട്ടുള്ള ഒരു തരം താഴ്ന്ന രാഷ്ട്രീയം പയറ്റുന്ന ഒരാളാണ് ഈ സാബുവും ജേക്കബ്. ഇനി അഖിൽമാരാണെങ്കിലോ അഖിൽമാരും ഈ പറയുന്ന പോലെ തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. മൂപ്പരും ഈ കണക്കിനൊക്കെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇയാൾ BJP-കാരനായിരുന്നു. ശേഷം കോൺഗ്രസിൽ പോകുന്നു. ഇപ്പോൾ അതേ വീണ്ടും 2020-ലേക്ക് പോയി. ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഇയാളെ നിലപാടുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂപ്പരൊരു സ്വയം പൊങ്ങിയാണ്. ഞാൻ സെയിം രണ്ടുപേരും അങ്ങനെയാണ്. വി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടല്ല, ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അങ്ങനെ ഈ ഞാന്മാർ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ സംഭവിച്ച പല പൊട്ടിത്തെറികളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാന്മാർ കിടന്നിട്ട് അങ്ങോട്ടേക്ക് ഇടിപിടി കൂടട്ടെ. നമുക്ക് എന്തായാലും സംസാരിക്കാൻ ഒരുപാട് രാഷ്ട്രീയങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.